വുഡൻ പ്ലാങ്ക്സ് ആയിട്ട് വരുന്ന ടൈലുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ ചെയ്താൽ നമുക്ക് നാച്ചുറൽ വുഡ് ചെയ്തിട്ടുള്ള ഫിനിഷ് കിട്ടുമോ? തീർച്ചയായിട്ടും ഇതേ ഒരു ചോദ്യം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അവരുടെ വീട്ടിൽ ഫ്രണ്ടിലെ ഭാഗങ്ങൾ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. ആ ഏരിയകളൊക്കെ പെയിൻ്റൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതിൽ അവിടെ ഇനി പെയിൻറ് ചെയ്യാൻ പറ്റില്ല, പെയിൻറ് ചെയ്താൽ വീണ്ടും ഇതേപോലെ തന്നെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ സമീപിച്ചു. നമുക്ക് വുഡൻ ടൈൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ വുഡൻ്റെ ടൈല് വാങ്ങിച്ച് ഇപ്പം നമ്മൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒട്ടിക്കുന്നത് ചെറിയ സൈസ് വരുന്ന വുഡൻ ടൈലാണ്. 90 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വിടുത്തും വരുന്ന ടൈലാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വുഡൻ ടൈലിൽ പല വിധത്തിലും പല സൈസിലും പല കളേഴ്സിലായിട്ടും വുഡൻ്റെ ടൈലുണ്ട്. ഇവിടെ നമ്മൾ വുഡൻ പ്ലാന്റ്സ് പോലത്തെ ടൈലാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൈലിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈലുകളും എഡ്ജ് വളരെ ഷാർപ്പായിട്ടാണ് ഉണ്ടാവുക. ഈ ടൈലിന് നേരെ കുറച്ച് മോൾഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലൊക്കെ വരുന്ന സമയത്ത് എഡ്ജ് ഷാർപ്പ്നെസ് ഉണ്ടാവില്ല. മോൾഡായിട്ട് അതിനെക്കൊണ്ട് കുറച്ചുകൂടി സേഫ്റ്റിയാണ്. സാധാരണ ചെയ്യാറുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പഴയ ചുമരൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഗമ്മിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വന്നിട്ടുണ്ട്, ലെവലില്ലാത്തതിൻ്റെ കാരണം കൊണ്ട്. ഇതേപോലത്തെ വുഡൻ പ്ലാന്റ്സ് ടൈലുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കല്ല് പടവ് ചെയ്യുന്നത് പോലെ ബ്രേക്കായിട്ട് ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക. ഇവിടെ നമ്മൾ 3 mm സ്പേസർ ഒറിസോണിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ടൈലിന് വെർട്ടിക്കലായിട്ട് നമ്മൾ സ്പേസർ ജോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്പേസർ ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒട്ടിച്ച ടൈൽ ഒരു നാച്ചുറൽ വുഡ് ഒട്ടിച്ച ഫീല് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയും.